എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നീ വേദിയില് പക്ഷെ രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. നമ്മുടെ വേടനാണ്. വേടൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഈ അടുത്ത് ഒരു പ്രിയദർശിനി പുരസ്കാരം കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന പുരസ്കാരമാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, ആ ഒരു പുരസ്കാരം കൊടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായല്ലോ. അതും വേടനെ പോലുള്ള ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു പുരസ്കാരം കൊടുക്കാമെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചല്ലോ എന്നുള്ളതിന് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കണം. പ്രതാപൻ എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അവസാനം കോൺഗ്രസ്സുകാരൻ തന്നെ തടഞ്ഞ ആ ഒരു മനുഷ്യനാണ് വേടന് ഇങ്ങനത്തെ ഒരു ഗംഭീര സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ സപ്പോർട്ടുമായി വന്ന ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലെ നല്ല വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയാം. ഞാൻ അവിടെ പറയുന്നത്, ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് വെറും ഒരു ഫലകം മാത്രമല്ല പ്രിയദർശിനി അവാർഡിന്റെ ഭാഗമായിട്ട് കൊടുത്തത് 1,00,000 രൂപ കൂടിയാണ്. പക്ഷേ ആ 1,00,000 രൂപ നമ്മുടെ വേടൻ അത് നേരെ തിരിച്ച് അതേ വായനശാലയ്ക്ക് തന്നെ നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിക്കൂ, അതിനുവേണ്ടി ഞാൻ 1,00,000 രൂപ തരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഞാൻ എന്നെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പറ്റും പങ്കെടുത്തിന്, ചില പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇടപെടുമ്പോൾ സാംസ്കാരിക ലോകത്ത് വിരാജിക്കുന്ന പല ആളുകളെയും, അല്ലെങ്കിൽ സോക്കോൾഡ് നല്ല അധ്യാപകരെ, നല്ല ശമ്പളം വാങ്ങിക്കുന്ന 1-2 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന പല ആളുകളൊക്കെ പല പ്രോഗ്രാമിനും നമ്മളൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ പലപ്പോഴും എൻ്റെ പല സുഹൃത്തിനും ക്ഷണിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം ആളുകളൊക്കെ പ്രസംഗിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് നല്ല കനം കൂടിയൊരു കവർ കൂടി കൊടുക്കും, പൈസ ആയിരിക്കും. ആ പൈസ ഒരു നാണവും മാനവും ഇല്ലാതെ ആ പൈസ വാങ്ങിച്ച്, കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും അസറ്റ് ഉണ്ട്. മാസം 3 ലക്ഷത്തിനടുത്തൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും. അവര് ഈ പ്രോഗ്രാമിന്റെ സംഘാടകര് നാട്ടുകാരിൽ നിന്നും മറ്റും പിരിച്ചെടുക്കുന്ന ആ തുകയുടെ ഒരു വലിയ തുകയായിരിക്കും അവര് അവിടെ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ പ്രസംഗിക്കാൻ വേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ തുക ഒരു നാണവും മാനവും ഇല്ലാതെ അതും വാങ്ങിച്ച് പോക്കറ്റിൽ പോകുന്ന പല സാംസ്കാരിക നായകന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അത് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അതെന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് ഈ UGC മറ്റൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇങ്ങനത്തെ ചില പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, ചില സാമൂഹ്യ പ്രവർത്തനം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ധാരണ അവർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേസമയം വേടന് പൈസ ആവശ്യമില്ലാത്തൊരു മനുഷ്യനൊന്നുമല്ല. ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപാരമായ പൈസ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്നുള്ള പല പ്രചനങ്ങൾക്ക് അപ്പുറം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 1,00,000 രൂപയാണ്. അതൊരു വലിയ തുകയാണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് 1,00,000 എന്നൊക്കെ പറയുന്നത് വളരെ വലിയ തുക തന്നെയാണ്. ആ തുക വേണമെങ്കിൽ വേടന് വീട്ടിലേക്ക് കൊണ്ടുപോകാം, ആരും ഒന്നും പറയില്ല. വേടന് ആവശ്യമുള്ള തുകയാണ്, വേടന് സമ്മാനമായി കൊടുത്താണോ അവാർഡിന്റെ ഭാഗമായിട്ട് പ്രിയദർശിനി അവാർഡ് എപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അവിടെ വന്നിട്ട് ആളുകൾ അത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാൾ പോലും ആ തുക തിരികെ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു സാംസ്കാരിക നായകന്മാരുടെ ഇടയ്ക്കാണ് നമ്മുടെ വേടെന്ന് പറയുന്ന ഈ മനുഷ്യൻ വ്യതിരിക്തനായി നിൽക്കുന്നത്. അദ്ദേഹം ആ ഒരു അവാർഡ് തുക തിരികെ നൽകുന്നു എന്നുള്ളതാണ്. ഒന്ന് കേട്ടോക്കൂ. മുന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ പ്രധാനപ്പെട്ട അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞു. നമ്മൾ രണ്ടാമതും മാറ്റി വെച്ചു, കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്, ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവെയിൽ എല്ലാവരും ഉണ്ട്. ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1,00,000 രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. പ്രതാപേട്ടൻ, പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരെണ്ണം പൊളിക്കാനുണ്ട്. എന്തായാലും ആ ഒരു സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് പ്രതാപന്റെ പിറന്നാളാണ്, അതവിടെ കിടക്കട്ടെ. എന്തായാലും ഇവിടെ വേടൻ ചെയ്തത് അദ്ദേഹത്തിന് കൊടുത്ത ആ 1,00,000 രൂപ ഒരു മടിയും കൂടാതെ ഓപ്പണായിട്ട് പ്രസംഗിച്ച് ആളുകൾക്ക് നൽകുകയാണ്. ഇതാണ് വേടൻ എന്നുള്ളത്. നമ്മുടെ മറ്റു സാംസ്കാരിക നേതാക്കളിൽ നിന്ന് ഒരുപക്ഷെ ഇവനൊരു സാംസ്കാരിക നേതാവൊന്നും ഒരു എന്താ പറയുക
സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയ്ക്കൊക്കെ നമുക്ക് വേടനെ കാണേണ്ടി വരും. കാരണം ഈ നമ്മുടെ നാട്ടിൽ എപ്പോഴൊക്കെയാണോ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുള്ളത്, അവരവരെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയത്, അപ്പോഴൊക്കെ നിലവിലുള്ള സിസ്റ്റം ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളെ പല വിധത്തിൽ അവർ കള്ളനായിട്ടും അവർ ചേനവനായിട്ടും അവരും ഏറ്റവും മോശപ്പെട്ട വ്യക്തികളൊക്കെ ആയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് നേരെ ആക്രമണങ്ങൾ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുണ്ട്. പിന്നീട് അവർ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയതിനു ശേഷമാണ് അവർ ചെയ്തൊരു വലിയ പ്രവൃത്തിയാണല്ലോ എന്നൊക്കെ ആളുകൾക്കൊക്കെ വലിയ ബോധ്യമുണ്ടായത്. ഇപ്പോഴും നമ്മുടെ നാട്ടില് ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് വേടൻ ജാതി പറയുന്നു എന്നുള്ളതാണ്. ജാതി വളരെ വ്യക്തമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ജാതിക്കോളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ നാട്ടിൽ വിവാഹ കമ്പോളങ്ങളുടെ ഒരു പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജാതി കൃത്യമായിട്ടും എഴുതി വെച്ചിരിക്കുന്ന ഒരു നാട്ടില് ചില ആളുകളെ രോഗികളെ നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യമുണ്ട്, എന്നാൽ SC/ST മാത്രം വേണ്ട എന്നൊക്കെ കൃത്യമായിട്ടും പറയുന്ന നമ്മുടെ നാട്ടില് ഈ ജാതി ഉള്ള ഈ ഒരു നാട്ടില് അത് ജാതി ഉണ്ട് എന്ന് നാട്ടുകാരുടെ മുമ്പിലേക്ക് പാട്ടിലൂടെ പറയുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇദ്ദേഹം ആ ജാതി പറയുന്നത് ജാതി വീണ്ടും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, ആ ജാതി ഇവിടെ വേണ്ട, ആ ജാതി തോന്നൽ എനിക്കും നിങ്ങൾക്കും വേണ്ട. നിങ്ങൾ എന്താ വലിയ 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 മേനോന നായരോ അങ്ങനെ മുൻജാതികളായിട്ടും മറ്റുള്ള ആളുകളെല്ലാം താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള തോന്നലില്ലേ, ആ തോന്നൽ പോലും വേണ്ട എന്നാണ് വേടൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതാർക്കും മനസ്സിലാകുന്നില്ല എന്നല്ല, അങ്ങനെ മനസ്സിലാക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഷാഫി പറമ്പിൽ പറയുന്ന വാക്കുകൾ ഒരല്പം വ്യത്യസ്തമാണ്. വേടന്റെ പാട്ടുകൾ രണ്ടു തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്നത് എങ്ങനെയാണ് അസ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തും? യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് അസ്വസ്ഥതകൾ നമുക്ക് നഷ്ടപ്പെടുത്തും. ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മുടെ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നതാണ്, കാഴ്ചപ്പാടുകളെ മാറ്റാൻ പ്രചോദനമാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല, പക്ഷെ അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആരോപിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ, അതിന് കരുത്ത് പകരാൻ, അവർ പ്രതികരിക്കാൻ, അവർ ചിന്തിക്കാൻ, അവരെഴുതാൻ, അവർ വരയ്ക്കാൻ, അവർ പറയാൻ, അവർ പാടാൻ, അവർ പങ്കാളികളാവാൻ, അവരൊരു മാറ്റത്തിന് തിരികൊളുത്താൻ കെൽപ്പും ശക്തിയും അവർക്ക് നൽകുന്ന വരികളാണ്. എന്നതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത്. നോക്കൂ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില ആളുകളെ വേടൻ ഭീകരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുകയും അതേസമയം തന്നെ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വേടൻ മാറുന്നുണ്ട്. ഒരുപക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വലിയ വലിയ നടന്മാരോ ഒന്നുമല്ലാതായി തീരുകയും അതിനേക്കാൾ വലിയൊരു ക്രൗഡ് പുള്ളറായിട്ട് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാറുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന പാട്ടുകൾക്കൊപ്പം ആടാനും പാടാനും കൈയടിക്കാനും ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ ആ ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുന്ന ചില ബോധ്യങ്ങൾ വേടൻ വളരെ വ്യക്തമായിട്ട് തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അത് ആളുകൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഒപ്പമുണ്ടാവുന്ന പ്രതീക്ഷയോടെ എന്നോടൊപ്പം ചേരുക, ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സബ് ചെയ്ത്. സുഹൃത്തുക്കളെ, ഒരുപാട് സ്നേഹത്തോടെ ബൈ.